Students, today we were going to discuss about the type Indian bullfrog or Hoplobatrachus tigrinus. In the previous classes, you have studied about the class Amphibia and salient features. നിങ്ങൾ already discuss ചെയ്ത് കഴിഞ്ഞതാണ് class Amphibia കുറിച്ചിട്ടും അതിന്റെ salient features അതുപോലെ തന്നെ classification down to orders നിങ്ങൾ നോക്കിയതായിരിക്കും. And നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് Indian bullfrog അതാണ് നമുക്ക് ടൈപ്പ് ക്ലാസ് Amphibia പഠിക്കാനുള്ളത്. So we can go through it. So as you all know, frog is an amphibious vertebrate and it inhabits moist places, freshwater ponds, streams, rivers, etc. Okay. There are over 100 species of frogs in India. അതിൽ കോമൺ ആയിട്ട് കാണുന്ന രണ്ട് സ്പീഷീസ് ആണ് യൂഫ്ലിക്റ്റിസ് എക്സാഡാക്ടൈലസ് ആൻഡ് യൂഫ്ലിക്റ്റിസ് ടൈഗ്രിന. ഈ യൂഫ്ലിക്റ്റിസ് ടൈഗ്രിന അല്ലെങ്കിൽ റാണ ടൈഗ്രിന ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഹോപ്ലോബെട്രാക്കസ് ടൈഗ്രിനസ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ യൂഫ്ലിക്റ്റിസ് ടൈഗ്രിനെ കുറിച്ചിട്ടാണ്. അതിന്റെ വേറൊരു പേരാണ് ഹോപ്ലോബെട്രാക്കസ് ടൈഗ്രിനസ് എന്ന് പറയുന്നത്. സോ റാണ ടൈഗ്രിന ഈസ് മോസ്റ്റ്ലി സോളിറ്ററി ആൻഡ് നൊക്ടേണൽ ഇൻ നാച്ചർ. നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ്. ദേ ആർ ആക്റ്റീവ് ഡ്യൂറിംഗ് നൈറ്റ്. ഓക്കെ. ഇറ്റ് ഹാസ് ഡാർക്ക് സ്പോട്ട്സ് ഓൺ ബോഡി സർഫേസ് ആൻഡ് ഇറ്റ്സ് ടോസ് ആർ ഷോർട്ട് ആൻഡ് ബ്ലണ്ട്. അവര് ബോഡി സർഫേസിന്റെ മുകളിൽ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് ബ്ലണ്ട് ആയിട്ടുള്ള ടോസ് ആണ് അവർക്ക് അവരൊരു പ്രത്യേകത കാണുന്നത്. സോ നമുക്ക് അതിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ബോഡി ഓഫ് ഫ്രോഗ് ഹാസ് ടു പോർഷൻസ്. നിങ്ങൾക്ക് കാണാം ബോഡി ഓഫ് ഫ്രോഗ് ഹാസ് ടു പോർഷൻസ് ആണുള്ളത്, ഹെഡ് ആൻഡ് ട്രങ്ക്. രണ്ട് റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹെഡ് ഉണ്ട്, ട്രങ്ക് ഉണ്ട്. ആൻഡ് ടെയിൽ ആൻഡ് നെക്ക് ആർ ആബ്സെന്റ്. നെക്ക് ആൻഡ് ടെയിൽ റീജിയൻസ് ഫ്രോഗില് ആബ്സെന്റ് ആണ്. Head is flat and triangular with a blunt snout. Okay. The head is flat and triangular with a blunt snout, and also near the dorsal tip of the snout is a pair of valvular external nostrils. ഈ സ്നൗട്ടിന്റെ ഡോസൽ പോർഷനിലായിട്ട് എന്ത് കാണാം, ഒരു പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ നെയേഴ്സ് കാണുന്നുണ്ട്. എക്സ്റ്റേണൽ നെയേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹെഡ് ലാറ്ററലി ആർ ദ ഐസ്. നമുക്കിവിടെ കാണാം ഹെഡിന്റെ ടോപ്പിലായിട്ടാണ് ഐസ് കാണുന്നത്. ഈ ഐസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പർ ഐലിഡ് ഇമ്മൂവബിൾ ആണ്, അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദ ലോവർ ഐലിഡ് ഇസ് മൂവബിൾ ആയുള്ള ലോവർ ഐലിഡും അതുപോലെ തന്നെ മൂവ് ചെയ്യാൻ പറ്റാത്ത അപ്പർ ഐലിഡും ആണ് ഫ്രോഗിൽ കാണുന്നത്. ആൻഡ് ഓൾസോ produced from the upper edge of the lower eyelid is a thin and transparent nicticating membrane. ഇവിടെ ഈ ലോവർ ഐലിഡ് മൂവബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ലോവർ ഐലിഡിന്റെ അപ്പർ പോർഷനിൽ എന്തുണ്ട്, ഒരു നിക്റ്റിക്കേറ്റിംഗ് മെമ്പറൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ നിക്റ്റിക്കേറ്റിംഗ് മെമ്പറൈന് ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി ടു മൂവ് അപ്വേർഡ്സ് ആൻഡ് കവേഴ്സ് ദ ഐബോൾ. ഈ ഐബോളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും കവർ ചെയ്യുന്നതും എന്താണ്, ഈ നിക്റ്റിക്കേറ്റിംഗ് മെമ്പറൈൻ ആണ്. അതാണ് നിക്റ്റിക്കേറ്റിംഗ് മെമ്പറൈന്റെ ഫംഗ്ഷൻ, ടു പ്രൊട്ടക്ട് ദ ഐബോൾ. ഓക്കെ. Behind and below each eye is a circular area of tough skin known as tympanic membrane or tympanum. ഈ ഫ്രോഗിന്റെ ഐയുടെ താഴത്തായിട്ട് കാണാം നമുക്ക് ടിംപാനിക് മെമ്പറൈൻ അല്ലെങ്കിൽ ടിംപാനം കാണാം. ദിസ് ടിംപാനം ക്ലോസസ് അപ്പ് ദ മിഡിൽ ഇയർ ക്യാവിറ്റി. മിഡിൽ ഇയർ ക്യാവിറ്റിനെ ക്ലോസ് ചെയ്യുന്നത് ഈ ടിംപാനം അല്ലെങ്കിൽ ടിംപാനിക് മെമ്പറൈൻ ആണ്. പിന്നെ വേറൊരു കാര്യം, ഡ്യൂറിംഗ് ബ്രീഡിംഗ് സീസൺ മെയിൽ ഫ്രോഗ്സ് ഹാവ് 2 vocal sacs on the ventral side of the head. ഹെഡിന്റെ വെൻട്രൽ സൈഡിലായിട്ട് ബ്രീഡിംഗ് സീസണിൽ മെയിൽ ഫ്രോഗ്സിന് മാത്രം കാണുന്ന പ്രത്യേകതയാണ് 2 vocal sacs. 2 vocal sacs ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മെയിൽ ഫ്രോഗ്സിൽ മാത്രം ഡ്യൂറിംഗ് ദ ബ്രീഡിംഗ് സീസൺ. അത് എന്തിനാന്ന് വെച്ചാൽ ദേ സെർവ് ആസ് റെസൊനേറ്റേഴ്സ് ഫോർ ആംപ്ലിഫൈങ് ദ ക്രോക്കിംഗ് സൗണ്ട്. ആ ക്രോക്കിംഗ് സൗണ്ടിനെ റെസൊനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആംപ്ലിഫയേഴ്സ് ആയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ വോക്കൽ സാക്സ്. അത് ബ്രീഡിംഗ് സീസണിൽ മെയിൽ ഫ്രോഗ്സിൽ മാത്രം കാണുന്ന ഒരു ഫീച്ചറാണ്. അപ്പൊ നമ്മൾ ഹെഡ് റീജിയൻ ആണ് പറഞ്ഞത്. എക്സ്റ്റേണൽ നോസ്ട്രിൽസ്, പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് കാണാൻ ഡോസൽ പോർഷനിൽ. ഒരു ബ്ലണ്ട് ആയുള്ള സ്നൗട്ട് ഉണ്ട്, പെയർ ഓഫ് ഐസ് ഉണ്ട്. ഐസിന്റെ താഴെയായിട്ട് ടിംപാനിക് മെമ്പറൈൻ കാണാം, അത് മിഡിൽ ഇയർ ക്യാവിറ്റിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഐയുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പർ ഐലിഡ് ഇമ്മൂവബിൾ ആണ്, ലോവർ ഐലിഡ് മൂവബിൾ ആണ്. ലോവർ ഐലിഡിന്റെ അപ്പർ പോർഷനിൽ നിക്റ്റിക്കേറ്റിംഗ് മെമ്പറൈൻ പ്രസന്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, ട്രങ്ക്. Trunk bears paired forelimbs and hind limbs. Paired ആയുള്ള ഫോർ ലിംസും അതുപോലെ തന്നെ ഹൈൻഡ് ലിംസും നിങ്ങൾക്ക് ട്രങ്കിൽ കാണാൻ പറ്റും. അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രങ്ക് ഈസ് ദ ക്ലോയാക്കൽ അപ്പർച്ചർ. ഈ ട്രങ്കിന്റെ എൻഡ് പോർഷനിലായിട്ട് നിങ്ങൾക്ക്
ക്ലോയാക്കൽ അപ്പർച്ചർ കാണാം. ദിസ് ക്ലോയാക്കൽ അപ്പർച്ചർ ഈസ് ദ കോമൺ പാസേജ് ഫോർ ഡൈജസ്റ്റീവ്, എക്സ്ക്രീറ്ററി ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ്. 3 സിസ്റ്റത്തിന്റെ, അതായത് ഡൈജസ്റ്റീവ് ആയാലും റീപ്രൊഡക്റ്ററി ആയാലും അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെയും സെയിം ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള പാസേജ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ആണ് ഈ കാണുന്ന ക്ലോയാക്കൽ അപ്പർച്ചർ. അല്ലെങ്കിൽ ക്ലോയാക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് അതിന്റെ കോമൺ ആയിട്ടുള്ള പാസേജ് ആണ്. സോ നെക്സ്റ്റ് നമുക്ക് ഫോർ ലിംബിന്റെയും ഹൈൻഡ് ലിംബിന്റെയും പോർഷൻസ് നോക്കാം. ഫോർ ലിംബ് ഹാസ് 3 ഡിവിഷൻസ്. 3 ഡിവിഷൻസ് ആണ് ഫോർ ലിംബിനുള്ളത്. ദേ ആർ ബ്രാക്കിയം, ആന്റിബ്രാക്കിയം ആൻഡ് മാനസ്. യു ക്യാൻ സീ four limb has 3 portions. They are brachium, antebrachium and manus. അത് ആ ഫസ്റ്റ് പോർഷൻ ആണ് ബ്രാക്കിയം എന്ന് പറയുന്നത്. സെക്കൻഡ് പോർഷൻ ആന്റിബ്രാക്കിയം, ദെൻ മാനസ്. ബ്രാക്കിയം ഈസ് ഓൾസോ നോൺ ആസ് അപ്പർ ആം. അപ്പർ ആം പോർഷൻ പറയുന്ന പേരാണ് ബ്രാക്കിയം. ദെൻ ദ ഫോർ ആം ഈസ് നോൺ ആസ് ആന്റിബ്രാക്കിയം. ദെൻ ഹാൻഡ് പോർഷൻ ഈസ് നോൺ ആസ് മാനസ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഈ അപ്പർ പോർഷൻ പറയുന്നതാണ് ബ്രാക്കിയം. Then the middle portion അല്ലെങ്കിൽ forearm portion ആണ് antebrachium. Then we can see the manus. Again the manus has 3 parts. Manus ne again 3 parts are divided ചെയ്തിട്ടുണ്ട്. They are carpus, metacarpus and 4 digits. Carpus, metacarpus and 4 digits. Carpus is also known as wrist. Metacarpus is known as palm and 4 digits are known as fingers. Okay. Carpus, metacarpus and 4 digits. From the name you can see carpus means wrist portion ആണ്. Carpus എന്ന് പറയുന്നത് wrist portion ആണ് അതിന്റെ. അതുപോലെ തന്നെ metacarpus എന്ന് പറയുന്നത് palm ഏരിയനെ പറയുന്നതാണ് metacarpus എന്ന് പറയുന്നത്. Then 4 digits കാണാം, അല്ലെങ്കിൽ fingers. അതിന്റെ fingers എന്നാണ് 4 digits ആ ഭാഗത്തിന് പറയുന്നതാണ്. സോ നമ്മൾ ഫോർ ലിംബ് ആണ് പറഞ്ഞത്. ഫോർ ലിംബിന് 3 പോർഷൻസ് ആണുള്ളത്. They are brachium, antebrachium, manus. Brachium is the upper arm, then antebrachium is the forearm, manus എന്ന് പറയുന്നത് hand ആണ്. Then manus is again divided into carpus, metacarpus and 4 digits. ഇനി in male frog a nuptial pad develops on the index during breeding season. Male frogൽ കാണുന്ന വേറൊരു ഫീച്ചർ ആണ് ബ്രീഡിംഗ് സീസണിൽ ഒരു നുപ്പീറ്റൽ പാഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് റീജിയനിൽ മെയിൽ ഫ്രോഗ്സിൽ ഒരു നുപ്പീറ്റൽ പാഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു വോക്കൽ സാക്ക് കാണുന്നുണ്ട് ബ്രീഡിംഗ് സീസണിൽ മെയിൽ ഫ്രോഗിൽ. അതുപോലെ തന്നെ അവർക്ക് ഇൻഡെക്സിൽ ഒരു ബ്രീഡിംഗ് സീസണിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ നുപ്പീറ്റൽ പാഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോർ ലിംബിന്റെ പോർഷൻസ് കണ്ടു. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഹൈൻഡ് ലിംബ്. ഹൈൻഡ് ലിംബ് ഓൾസോ ഹാസ് 3 parts. They are femur, crus and pes. Hind limb also has 3 parts. They are femur, crus and pes. Femur is also known as thigh, crus is known as shank and pes is known as foot. Okay. Pes is again divisible into tarsus, metatarsus and 5 digits. നമ്മൾ അവിടെ മാനസിനെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ പെസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3 ആയിട്ട്. ടാർസസ് അല്ലെങ്കിൽ ആംഗിൾ റീജിയൻ, മെറ്റാടാർസസ് ഓർ സോൾ റീജിയൻ, 5 digits അല്ലെങ്കിൽ ടോസ്. Okay. So hind limb has 3 parts. Femur, crus and pes. Pes region is again divided into 3 portions. They are angle, sole and toes. Okay. So നമ്മൾ ഫ്രോഗിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം പറഞ്ഞ ഹെഡ് റീജിയൻ ആണ് പറഞ്ഞത്. ഹെഡ് റീജിയനിൽ ഫ്രോഗിന് എ പെയർ ഓഫ് ഐസ് കാണുന്നുണ്ട്. ഐസിന് താഴെ ടിംപാനിക് മെമ്പറൈൻ കാണുന്നുണ്ട്. അതുകൂടാതെ എ പെയർ ഓഫ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ് കാണാം. പിന്നെ ഒരു ബ്ലണ്ട് സ്നൗട്ട് കാണുന്നുണ്ട്. പിന്നെ ഐയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അപ്പർ ആം ഇമ്മൂവബിൾ ആയിട്ട് കാണുന്നുണ്ട്. അപ്പർ ഐലിഡ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ആണ്. ലോവർ ഐലിഡ് എന്ന് പറയുന്നത് മൂവബിൾ ആണ്. ലോവർ ഐലിഡിന്റെ മുകളിൽ നിറ്റിഗേറ്റീവ് മെമ്പറൈൻ പ്രസന്റ് ആണ്. ദെൻ നമുക്ക് ട്രങ്കിനെ കുറിച്ച് പറഞ്ഞു. ട്രങ്ക് എന്ന് പറയുമ്പോൾ അതിന്റെ എൻഡ് പോർഷനിൽ ക്ലോയാക്കൽ അപ്പർച്ചർ കാണുന്നുണ്ട്. ക്ലോയാക്കൽ അപ്പർച്ചർ എന്ന് പറയുമ്പോൾ ഈ 3 സിസ്റ്റത്തിന്റെ, എക്സ്ക്രീറ്ററി ആയാലും റീപ്രൊഡക്റ്റീവ് ആയാലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആയാലും 3ന്റെയും ഒരു കോമൺ പാസേജ് ആണ് ഈ ക്ലോയാക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് മെയിൽ ഫ്രോഗിന് മാത്രം കാണുന്ന പ്രത്യേകതയാണ് വോക്കൽ സാക്ക് കാണുന്നുണ്ട് ഡ്യൂറിംഗ് ബ്രീഡിംഗ് സീസൺ. ഓക്കെ. പിന്നെ ട്രങ്കിൽ പറഞ്ഞത് ഫോർ ലിംബ് ആൻഡ്
ഹൈൻഡ് ലിംബ്. ഫോർ ലിംബിനും 3 പോർഷൻസ് ഉണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഹൈൻഡ് ലിംബിന്റെയും 3 പോർഷൻസ് നമ്മൾ പറഞ്ഞു. ഫോർ ലിംബ് ഹാസ് 3 ഡിവിഷൻസ് ഉണ്ട് പറഞ്ഞു. ബ്രാക്കിയം, ആന്റിബ്രാക്കിയം ആൻഡ് മാനസ്. ആൻഡ് ഓൾസോ മാനസ് is again divided into carpus, metacarpus and 4 digits. പിന്നെ ബ്രീഡിംഗ് സീസണിൽ മെയിൽ ഫ്രോക്സിൽ കാണുന്നതാണ് ഇൻഡെക്സ് റീജിയനിൽ ഒരു നുപ്പിറ്റൽ പാഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. Then hind limb has also 3 parts in the femur, crus and pes. Then pes is again divisible into tarsus, metatarsus and 5 digits. Okay. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.